വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള പിസ്താഷ്യോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പക്ഷേ ഈ ഒരു കേക്കിന് നമ്മൾ ശരിക്കുള്ള പിസ്ത യൂസ് ചെയ്യുന്നില്ല. പിസ്ത ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയത് കാരണം പിന്നെ നാട്ടിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എളുപ്പത്തിൽ നല്ല പിസ്ത ഫ്ലേവറിലുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ പറയുന്നത്. ഓവൺ ഇല്ലാതെ തന്നെയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതിനായിട്ട് ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നത്. പഞ്ചസാര കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തിട്ടെടുക്കാൻ. ഒരുപാട് അടിച്ച് പതിപ്പിക്കൊന്നും വേണ്ട. ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നവരെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതിനുശേഷം ഞാനിതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതേപോലെ തന്നെ 1/4 കപ്പ് ഓയിലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ സാധാരണ കുക്കിംഗ് ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫ്ലേവർ ഇല്ലാത്ത ഓയിലാവണം. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട്, അതായത് പിസ്താഷ്യോ ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈഗറിൻ്റെ പിസ്താഷ്യോ എസൻസ് ആണ്. ഇത് ഒരുപാട് പൈസയൊന്നും വരില്ല, 59 രൂപയേ ഉള്ളൂ. നല്ല ഫ്ലേവറാണ് ഇതിട്ട് കഴിഞ്ഞാൽ. ഇത് ഒരു 5-6 ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. സ്പീഡ് നമ്പർ 1 ഇട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് കളറും ഫ്ലേവറും പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒറ്റിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കളറ് പോരാൻ തോന്നിയപ്പം കുറച്ചും കൂടെ ഈ ഒരു എസൻസ് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എസൻസ് നിങ്ങൾക്ക് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും. മൊത്തത്തിൽ ഞാൻ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് എസൻസൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടാവും. ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അരിപ്പയിലൂടെ 1/4 കപ്പ് മൈദ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 4-5 നുള്ളു ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിപ്പയിലൂടെ ഇതുപോലെ അരിച്ചെടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഉള്ളത്. ഇത് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഒന്നും കൂടെ ഡാർക്ക് ഗ്രീൻ ആവും. അപ്പോൾ ഒരുപാട് കളറൊന്നും നിങ്ങളിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഒന്നും കൂടെ കളറ് ബ്രൈറ്റ് ആയിട്ട് വരും. ഞാനിപ്പോൾ ഒരു 3 ലിറ്ററിൻ്റെ അലൂമിനിയം കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം അടിയിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ കേക്ക് അടിയിലൊന്നും പിടിക്കില്ല. ഇനി നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം 6 ഇഞ്ച് വായ്വട്ടമുള്ള കുക്കറാണ്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം കുക്കർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അതിനുശേഷം നമുക്ക് കുക്കർ മൂടി ഉപയോഗിച്ച് അടയ്ക്കാം. ഈ കുക്കറിൻ്റെ വെയിറ്റ് ഇല്ലേ, ഇത് എടുത്ത് മാറ്റണം. ഈ വിസിലിൻ്റെ ആവശ്യമില്ല. ബാക്കിയുള്ള എല്ലാ ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഞാൻ അടുപ്പത്ത് ഒരു പഴയ പാന് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കുക്കർ പാനിൻ്റെ മുകളിലായിട്ട് വെക്കുക. എന്നിട്ട് ആദ്യത്തെ 1 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഫ്ലെയിം താത്തിയിടുക. എന്നിട്ടൊരു 35 മുതൽ 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. 35-40 മിനിറ്റ് ആയി കഴിഞ്ഞ് കേക്ക് വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആവി പുറത്തേക്ക് വരുന്നത് കാണാനായിട്ട് പറ്റും. ആ ഒരു സമയത്ത് കുക്കർ തുറന്ന് നോക്കുക. അപ്പോൾ ആ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കി ക്ലീനായിട്ട് വന്നു കഴിഞ്ഞാൽ കേക്ക് ബേക്കായി എന്നാണ്. ഇനി നമുക്കിത് ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് മുഴുവനായിട്ട് ചൂട് തണഞ്ഞതിന് ശേഷം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ സൈഡിലൂടെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. അതിനുശേഷം കേക്ക് പുറത്തേക്ക് എടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ലെയർ ചെയ്യണം. ആദ്യം മുകളിലുള്ള ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് എടുത്ത് വെക്കണം. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഡിസൈനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഈ ബാക്കിയുള്ള കേക്ക് സ്പഞ്ചിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്യുക. ഈ 3 ലെയറും ഞാനൊരു സിമ്പിൾ ഷുഗർ സിറപ്പിൽ ഒന്ന് സോക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ്. കുറച്ച് പഞ്ചസാര നല്ല ചൂടുള്ള വെള്ളത്തിലൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അതിനുശേഷം ആ ഒരു മിക്സ്ചറിൽ ഈ ഒരു കേക്കിൻ്റെ സ്പഞ്ച് നമുക്ക് സോക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ക്രീം വിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിപ്പം മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് മാക്ടോപ്പാണ്.
വിപ്പിംഗ് ക്രീം ഒരുപാട് അടിച്ചിട്ട് സ്റ്റിഫ് ആക്കരുത്. അപ്പോൾ പിന്നെ കേക്ക് ഐസിങ് ചെയ്താലും വൃത്തി ഉണ്ടാവില്ല, അതുപോലെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് 1/2 കിലോൻ്റെ വെയിറ്റ് വരുന്ന കേക്കാണ്. ഫുൾ ഐസിങ് കഴിഞ്ഞാൽ കേക്ക് 1/2 കിലോ ആണ് ഉണ്ടാവുക. ഞാൻ ആദ്യത്തെ ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ലെയർ ഐസിങ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ഐസിങ് ചെയ്യാം. പിന്നെ ഇതൊന്നും ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം മുന്നേ ഒക്കെയുള്ള കേക്ക് വീഡിയോസിൽ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേറ്റിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ ലെയർ കേക്കും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു തിൻ ലെയറാണ് ചെയ്യുന്നത്, ക്രം കോട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രം കോട്ട് ചെയ്തിട്ട് കേക്ക് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം അടുത്ത ലെയറിങ് ചെയ്യാം. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഐസിങ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പം ക്രം കോട്ട് ചെയ്തിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് അടുത്ത ലെയർ ഐസിങ് കൂടെ ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പിസ്താഷ്യോസ് ഉണ്ട്, നിങ്ങൾക്ക് അതും കൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ ഇടയിലെ ലെയറിൽ കൊടുക്കുന്നില്ലേ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പിസ്താഷ്യോസ് നുറുക്കിയിട്ടിട്ട് കൊടുക്കാം. അപ്പം കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേക്ക് കഴിക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഒരു പീസ് ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ സൈഡ് ഭാഗത്ത് ഒന്ന് ഇതുപോലെ ഒടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഐസിങ് കിട്ടും. മുകൾ ഭാഗം ഞാനൊരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. മുകൾ ഭാഗം നമുക്ക് ഒരുപാടൊന്നും സ്മൂത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഡിസൈനിൽ മുകൾ ഭാഗമൊക്കെ കവർ ചെയ്യുന്നൊരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊന്നും സ്മൂത്താക്കിയിട്ട് എടുക്കുന്നില്ല. കേക്കിൻ്റെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ കേക്ക് ലെയർ ചെയ്യുന്ന സമയത്ത്, കട്ട് ചെയ്യുന്ന സമയത്ത് ടോപ്പ് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ഞാൻ മിക്സിയുടെ മീഡിയം ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പീസസ് ആക്കി എടുത്തിട്ട് പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇതിപ്പം നല്ല ഫൈനായിട്ട് തന്നെയാണ് ഉള്ളത്. ഞാൻ ഒരുപാട് റോസ്റ്റ് ചെയ്യാനൊന്നും നിന്നിട്ടൊന്നുമില്ല. ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ അങ്ങനെ എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അതൊന്നും ഞാൻ കേക്കിൻ്റെ മുകളിലിട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം ഞാനൊരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. സ്റ്റാർ നോസിലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പ് പോർഷനിൽ ചുറ്റിലായിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്യുകയാണ്. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന ആ കേക്ക് ക്രംസും കൊണ്ട് ഞാൻ അടിഭാഗത്തും ചെറിയതായിട്ട് ഇങ്ങനെ ഒരു ലൈന് കൊടുക്കുന്നുണ്ട്. ഡിസൈനൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ കൊടുക്കാം കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടം തന്നെയാണ്. ഇത്രയുള്ള പരിപാടി നല്ല സിമ്പിളായിട്ട് നമുക്ക് പിസ്താഷ്യോ കേക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കാം. വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.